എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ് തിരിച്ചു വരുമോ, എപ്പോൾ വരും എന്നതിനെക്കുറിച്ചാണ്. ആ വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക. നമുക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഇഷ്ടമുള്ളൊന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ 34 എന്ന ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. എന്തായിരിക്കും ആ വ്യക്തിയുടെ മനസ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് തിരിച്ചു വരുമോ, ആ വ്യക്തി എന്താണ് ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 34 എന്ന ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങാണ് പറയുന്നത്. നിങ്ങളുടെ എക്സ് തിരിച്ചു വരുമോ എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം. എപ്പോൾ വരുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ് തിരിച്ചു വരും. ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ പോലും നിങ്ങളെ തിരിച്ചറിഞ്ഞ ഒരവസ്ഥയിലായിരിക്കും ആ വ്യക്തി. തീർച്ചയായിട്ടും തെറ്റിദ്ധാരണ കൊണ്ട് പോയതാണ്. നിങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവും നിങ്ങളുടെ അഭിരുചിയും നിങ്ങളുടെ വളർച്ചയും ഉണ്ടാകില്ല എന്നുള്ള ഒരു ധാരണ ആ വ്യക്തിക്കുണ്ടായി. ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളെക്കാൾ വലുതാണ് താനെന്നൊരു ചിന്ത ഉണ്ടാകുകയും ആ ചിന്തയിൽ അടിസ്ഥാനത്തിൽ ആ വ്യക്തി നിങ്ങളെ തനിച്ചാക്കി പോയതുമാണ്. ആ പോക്കിലൂടെ ആ വ്യക്തി ഉദ്ദേശിച്ചത് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലായത് സമ്പൂർണ്ണത നിങ്ങളുടെ അടുത്തുള്ള ബന്ധത്തിലാണ് ആ വ്യക്തിക്ക് ലഭിച്ചിരുന്നത് എന്നുള്ളത്. മറ്റ് ആളുകളുമായി ആ വ്യക്തി ചെങ്ങാത്തം അല്ലെങ്കിൽ ബന്ധം കൂടുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തിക്ക് കൃത്യമായി നിങ്ങളുടെ മൂല്യവും ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ ആഴവും മനസ്സിലായി. അതിൽ നിന്ന് തന്നെയാണ് ആ വ്യക്തി തിരിച്ച് വരാനൊരുങ്ങുന്നതും. ഇനിയും തനിക്ക് മണ്ടത്തരം പറ്റരുത്, ഇനിയും താൻ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറരുതെന്ന് ആ വ്യക്തി കരുതുകയാണ്. ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ, ചെറിയ വാശിയുടെ പേരിൽ ആ വ്യക്തി അകന്നതാണ്. പെട്ടെന്നുണ്ടായ ചില വൈകാരികമായ ചിന്തകളാണ് ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയത്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി തൻ്റെ പ്രവൃത്തി, തൻ്റെ ജീവിതത്തിലെ ഉന്നമനം അത് താൻ നശിപ്പിച്ചിരിക്കുന്നു തൻ്റെ പ്രവൃത്തി കൊണ്ട്. ജീവിതത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട, നിങ്ങളെ സ്നേഹിച്ച സമയത്തും ജീവിതത്തിലും നേടിയ നേട്ടങ്ങളും പിന്നീട് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വളരെ വലിയ ഒരു മുന്നേറ്റത്തിൽ നിന്ന് പെട്ടെന്ന് താഴെ വീണ ഒരവസ്ഥയാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും ഒരു അവസരത്തിന് വേണ്ടി ആ വ്യക്തി കാത്തിരിക്കുകയാണ്. ആ വ്യക്തിയുടെ നെഞ്ചുരുകുകയാണ്. തൻ്റെ പ്രവൃത്തി തെറ്റായിരുന്നു, അപ്പോൾ ശരിയായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് നോക്കുമ്പോൾ അത് തെറ്റായിപ്പോയി. അന്ന് താൻ അങ്ങനെ ഒരു നിലപാടെടുക്കരുത് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. അടുത്തതായിട്ട് ഈ 2ാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങാണ് പറയുന്നത്. നിങ്ങളുടെ എക്സ് വരുമോ, എപ്പോൾ വരും എന്നുള്ള ചോദ്യത്തിന് പെട്ടെന്ന് തന്നെ ഒരു ഉത്തരം നൽകുക പ്രയാസമാണ്. കാരണം വളരെയധികം ആശയക്കുഴപ്പം ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആശയക്കുഴപ്പങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയായിരുന്നു ആ വ്യക്തിയുടെ ജീവിതം. മറ്റുള്ളവരാൽ ആ വ്യക്തി തെറ്റിദ്ധരിക്കപ്പെട്ടു. നിങ്ങളെക്കുറിച്ച് നിങ്ങളോട് വൈരാഗ്യമുള്ള ആളുകൾ നൽകിയ തെറ്റായ സന്ദേശമോ തെറ്റായ ചിന്തയോ ആ വ്യക്തി നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചു. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയതിനേക്കാൾ കുറവ് നിങ്ങളെ അറിയാവുന്ന ആളുകളിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുകയും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഒരു കാലത്തും മുന്നോട്ട് പോകരുത് എന്നാഗ്രഹിക്കുന്ന, ആ ബന്ധം എന്നെന്നും വഷളാകണം എന്നാഗ്രഹിക്കുന്ന, ആ ബന്ധത്തിലൊരു ഉന്നതിയും ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ആളുകളുടെ ഒപ്പം, അല്ലെങ്കിൽ അത്തരം ആളുകളുടെ പ്രവൃത്തി, അത്തരം ആളുകളുടെ സഹവാസം അത് ഈ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. അവരുടെ ലക്ഷ്യം എന്നുള്ളത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള നല്ല ബന്ധത്തെ തകർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അവർ അതിനുവേണ്ടി ചരട് വലിക്കുകയും ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു.
അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിക്ക് പൂർണ്ണമായ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു അറിവില്ലായ്മ ഉണ്ടായി. നിങ്ങളെ തെറ്റിദ്ധരിച്ചു. എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിന് പോംവഴി എന്നൊന്നും ചിന്തിക്കാതെ പെട്ടെന്നുണ്ടായ ഒരു വൈകാരിക വിക്ഷേപത്തിൽ ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയി. ഇപ്പോൾ ആ വ്യക്തിക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കൃത്യമായി മനസ്സിലായിട്ടില്ല. ഇപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്താനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത്. കാരണം ഇപ്പോഴും ആ വ്യക്തി എന്താണ് സംഭവിച്ചത് എന്ന് ഉള്ളതിൻ്റെ പകുതി പോലും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് കഴിയും മുമ്പ് തന്നെ, അല്ലെങ്കിൽ അധികം താമസമില്ലാതെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ നിരപരാധിത്വവും ബോധ്യപ്പെടും. അങ്ങനെ യഥാർത്ഥത്തിൽ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധത്തിൽ വഷളാക്കുന്നതിനായിട്ട് പ്രവർത്തിച്ചത് ആരൊക്കെയെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും അതനുസരിച്ച് ആ വ്യക്തി അറിവ് നേടുകയും നിങ്ങളിലേക്ക് വരികയും കുറ്റബോധത്തോടെ നിങ്ങളുടെ കാല് പിടിച്ച് വരികയും ചെയ്യും. അതുടനെ ഉണ്ടാകും. നിലവിൽ ഇപ്പോഴും ആ വ്യക്തിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ല. അതിന് സമയമെടുക്കുകയാണ്. അത്രത്തോളം കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിലുള്ള ചില തേർഡ് പാർട്ടികൾ വഷളാക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.